നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ക്രൈസ്തവ നേതാവാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് നേതാവും മുൻ മന്ത്രിയുമായ PJ ജോസഫ്. PJ ജോസഫിനെ കുറിച്ച് പൊതുവെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. അദ്ദേഹം നിരവധി തവണ ഏതാണ്ട് 23 വർഷത്തോളം മന്ത്രിയായിരുന്നു, ഏതാണ്ട് 50 വർഷത്തിനടുത്ത് MLA ആയിരുന്നു. അതുകൊണ്ട് PJ ജോസഫ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായ അതികായനായ ഒരു നേതാവ് എന്നാണ് അർത്ഥം. എന്നാൽ അദ്ദേഹം പതിയെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൊടുപുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഏറെക്കുറെ അത്തരം കാര്യങ്ങളിലേക്ക് തീരുമാനമായി കഴിഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു തന്നെ മത്സരിക്കും. അത് കേരള കോൺഗ്രസ് അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ചെയർമാൻ എന്നുള്ള നിലയിൽ PJ ജോസഫ് അങ്ങനെ തീരുമാനമെടുത്തു. അത് നടപ്പാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ജോസഫ് മാറിക്കഴിയുമ്പോൾ അപ്പു തന്നെയായിരിക്കും ഒരു പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. ആ രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ PJ ജോസഫ് രാഷ്ട്രീയം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വെറുതെ ഇരുത്താൻ കഴിയില്ലല്ലോ. വെറുതെ ഇരുത്തരുതെന്ന് വിശ്വസിക്കുന്നത് BJP ആണ്. ജോസഫിനെ ഒന്ന് പിടിച്ചാൽ എന്താ എന്നുള്ള തോന്നൽ BJPയിൽ ഇപ്പോൾ ശക്തമായുണ്ട്. കേരളത്തിൽ നല്ലൊരു ക്രൈസ്തവ നേതാവിനെ PC ജോർജിന് ശേഷം നല്ലൊരു ക്രൈസ്തവ നേതാവിനെ BJPക്ക് കിട്ടിയിട്ടില്ല. അൽഫോൺസ് കണ്ണന്താനവും ഉണ്ടായിരുന്നെങ്കിലും PC ജോർജും ഉണ്ടായിരുന്നില്ല. PC ജോർജിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാലോ. ഒരു പരിധി വിട്ടൊന്നും ഒരു ലിമിറ്റ് വിട്ടൊന്നും അപ്പുറം പോകാൻ കഴിയുന്ന ആളല്ല PC ജോർജ്. അൽഫോൺസ് കണ്ണന്താനമാവട്ടെ അങ്ങനെ ജനകീയനല്ല താനും. PC ആണ് പിന്നെയും ജനകീയൻ. എന്നാൽ PC ജോർജിൻ്റെയും അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെയും ദോഷവശങ്ങളില്ലാത്തൊരു നേതാവ്, ഒരു ക്രൈസ്തവ നേതാവ് തങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം BJPക്കുണ്ട്. ഏതായാലും PJ ജോസഫിനെ BJP തങ്ങളുടെ പാർട്ടിയിലേക്കൊന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. PJ ജോസഫിനെ ഗവർണറാക്കിക്കൊണ്ട് ക്രൈസ്തവ സമുദായത്തിലേക്ക് വീണ്ടും ഒരു റീച്ച് ഔട്ട്, ഒരു എത്തിനോട്ടം, ഒരു സമീപിക്കൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചർച്ച BJPക്കുള്ളിൽ നടക്കുന്നുണ്ട്. PJ ജോസഫിനെ ഗവർണറാക്കിയാൽ എന്താ? PJ ജോസഫിനെ ഗവർണറാക്കിയാൽ അത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വലിയ പ്രത്യേകിച്ചും മാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. UDF നിൽക്കുമ്പോൾ തന്നെ PJ ജോസഫ് രാഷ്ട്രീയം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനെ പാർട്ടി ഏൽപ്പിച്ച് BJPയുടെ ആവശ്യപ്രകാരം ഗവർണറായാൽ അത് രാഷ്ട്രീയ പ്രതിസന്ധിയൊന്നും UDF ഉണ്ടാക്കില്ല. UDFിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. UDFിലും ഉണ്ടായിരുന്നു, LDFിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. പക്ഷേ PJ ജോസഫിനെ ഗവർണറാക്കിയാൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ കുറച്ചുകൂടി ഒന്ന് വേരോട്ടം ഉണ്ടാകുമല്ലോ BJPക്ക് എന്നുള്ള ചിന്ത, ഒരു ചർച്ച അവരുടെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. PJ ജോസഫിനെ ഗവർണറാക്കാനുള്ള ആലോചന BJP കേന്ദ്ര നേതൃത്വത്തിൽ നടന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസഫ് അതിന് സമ്മതം മൂളിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ മകൻ തൻ്റെ പിൻഗാമിയായി വന്നതിന് ശേഷം അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മാറുകയും ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പരിണിതപ്രജ്ഞനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ BJP ഗവർണറാക്കുമോ എന്നുള്ളൊരു സൂചന ഇപ്പോൾ BJPയിലും കേരള കോൺഗ്രസിലും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ ഗവർണറാക്കാൻ PJ ജോസഫിനെ അങ്ങനെ ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒരു ഗവർണറാക്കിയാൽ എന്താ? അങ്ങനെ ആക്കിയാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ കുറച്ചുകൂടെ വേരോട്ടം BJPക്ക് ഉണ്ടാകില്ല എന്നൊരു ചോദ്യമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. PJ ജോസഫ് സമ്മതം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് എതിർപ്പൊന്നും ഉണ്ടാക്കാൻ വഴിയില്ല. കാരണം അദ്ദേഹം UDFിൻ്റെ ഭാഗമായിരിക്കില്ല. അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് തൻ്റെ പാർട്ടിയെ മകൻ്റെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ അദ്ദേഹം ഫ്രീ ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും കാര്യത്തിൽ ഉണ്ടാകാൻ വഴിയില്ല. ഏതായാലും PJ ജോസഫിനെ തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ, BJPയിൽ ചേർക്കാൻ അല്ലെങ്കിലും തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിച്ച് നിർത്താനൊരു നീക്കം, അത് ഗവർണർ പദവി കൊടുത്താണെങ്കിൽ അങ്ങനെ തന്നെ BJP നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.